എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നലെ നമ്മൾ ഫീലിങ്സ് നോക്കി അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ പ്രാക്ടിക്കൽ തോട്ട്സ് നിങ്ങളെപ്പറ്റി എന്താണെന്ന് നോക്കാം. ഫീലിങ്സ് വേറെ, പ്രാക്ടിക്കൽ തോട്ട്സ് വേറെ അല്ലേ? റിയൽ ലൈഫിൽ ഫീലിങ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടെങ്കിലും റിയലായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രാക്ടിക്കൽ തോട്ട്സിൽ എന്താണ് അവിടെ ജെനുവിൻലി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണോ അല്ല അങ്ങനെ ഇങ്ങ് പോട്ടെ എന്നാണോ അവർ വെക്കുന്നത്, അത് നമുക്കറിയണ്ടേ അല്ലേ? പ്രാക്ടിക്കൽ തോട്ട്സ് ആയിരിക്കും പ്രാവർത്തികമാവുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം തരുമോ എന്ന് ചോദിക്കരുത്. പേയ്മെൻറ്റ് ചെയ്ത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിലാണ് ചെയ്യുന്നത്. ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുടെ ആദ്യം നോക്കും. ഓക്കെ, കഴിയുന്നതും സെയിം ഡേ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 1-2 കേസിൽ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പോയെന്നും വരും. എനിക്ക് ഒരു ദിവസം സമയം വേണം. ഓക്കെ, രാവിലെ പേയ്മെൻറ്റ് ചെയ്താലും ചിലപ്പോൾ വൈകിട്ടായിരിക്കും റീഡിങ് തരിക. ഞാൻ ഓൾറെഡി പറയുകയാണ്. ഇപ്പം തന്നെ നോക്കാൻ പറ്റുമോ? അപ്പം തന്നെ നോക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറയുകയാണ് കേട്ടോ. റൂഡായിട്ട് പറയുന്നു എന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ മെസ്സേജസ് വരുമ്പോൾ നമുക്ക് പ്രഷറാവും അത്. ഓക്കെ, ഞാൻ പ്രഷറായിട്ട് കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ശരിയാവുമെന്നറിയാലോ. അത് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നവർക്കറിയാൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കി പറയാറ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം തന്നെ വേണം, ഇന്ന് തന്നെ ഈ നിമിഷം ചെയ്യുമോ? ചെയ്യില്ല, അതിപ്പോഴേ പറയുകയാണ്. ഞാൻ എൻ്റെ സമയം എടുത്ത് മാത്രമേ ചെയ്യുള്ളൂ. രാവിലെ പേയ്മെൻറ്റ് വന്നാൽ വൈകിട്ടിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും തരും എന്നുള്ളതാണ്. ഓക്കെ, സെയിം ഡേ നോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടല്ലോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. വഴക്ക് പറയുന്നതല്ല കേട്ടോ, കാര്യം പറയുന്നതാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഇതേ ഉള്ളൊരു വെന്യൂ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള തോട്ട്സ് എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചിന്തിക്കാറുള്ളതെന്നൊന്ന് പറഞ്ഞു തരുക. പ്രാക്ടിക്കൽ തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, പ്രാക്ടിക്കൽ തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, പ്രാക്ടിക്കൽ തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. എടുക്കട്ടെ. കിങ് ഓഫ് സ്വാർഡ്സ്, ഡെത്ത്, ശരി. 4 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, മജീഷ്യൻ, 8 of swords, Ace of cups, very good. Sun, അതാണ് പ്രാക്ടിക്കൽ തോട്ട്സിൽ അങ്ങനെയൊക്കെ വന്നാൽ സന്തോഷം. 6 of wands, 9 of cups, 6 of swords. നേരത്തെ 6 of wands ആയിരുന്നേ. 9 of pentacles, 2 of cups, very good, very good. 2 കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. എന്താണ് അവരുടെ പ്രാക്ടിക്കൽ തോട്ട് എന്നൊന്ന് പറഞ്ഞു തരൂ. ജസ്റ്റിസ്, ശരി. ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്. എംപറർ. ലാസ്റ്റ് ഒരെണ്ണം കൂടി. ക്ലാരിഫൈ 6 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 6 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 6 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 6 ഓഫ് സ്വാർഡ്സ്. 8 ഓഫ് കപ്സ്, ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി ആദ്യമായിട്ട് അവർ ചിന്തിക്കുന്നത് അവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടുന്ന സ്ഥിതിയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത കിങ് ഓഫ് സ്വാർഡ്സിൻ്റെ കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സ് ക്ഷമയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെയും കാർഡാണ്. എപ്പോഴും ദേഷ്യം എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. അതായത് ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി സെപ്പറേഷൻ കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു കേസ്. ജസ്റ്റിസ് റിലേറ്റഡ് കാർഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കേസിൻ്റെ വിധി വരും വരെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നാലേ പറ്റൂ. സെപ്പറേഷൻ കേസൊക്കെ ആണെങ്കിൽ തീർച്ചയായും
സ്പൗസുമായിട്ടുള്ള സെപ്പറേഷൻ കേസ് കംപ്ലീറ്റ് ആവാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇത് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള അവരുടെ തോട്ട്സാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ആ ഒരു സിറ്റുവേഷൻ അവിടെ തീർന്നു കഴിഞ്ഞാൽ, ആ കേസിനൊരു വിധി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. അവിടെ അവർക്ക് ഡൗട്ടൊന്നുമില്ല. അതേപോലെ 4 ഓഫ് പെന്റക്കിൾസ് വെച്ച് നിങ്ങളെപ്പറ്റി വളരെ പൊസസീവായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഫൈനാൻസസിനെ കുറിച്ചും അവർ കുറേ അധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. സേവിങ്സ് അങ്ങനെയൊക്കെ. കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സ്റ്റെബിലിറ്റി വേണം. ഓക്കെ, അപ്പോൾ ജോലി എടുക്കുക, പൈസ സേവ് ചെയ്യുക, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് വെച്ച് പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തോന്നാറുണ്ട് കേട്ടോ. ദൂരെ നിന്ന് വന്നിട്ട് വേണമായിരിക്കും നിങ്ങളെ കാണാനൊക്കെ ഉള്ള ഒരു സാഹചര്യം. പക്ഷെ അവർ എപ്പോഴും ചിന്തകളിൽ നിങ്ങളുള്ളത് കാരണം നിങ്ങളെ കാണണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ന് വന്ന് കണ്ടിട്ട് പോയി പിന്നെ വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നിങ്ങളെ കാണണം എന്നുള്ള വല്ലാത്തൊരു ത്വരയാണ് മനസ്സിൽ. ഓക്കെ, എപ്പോഴും അവർ വരാൻ റെഡിയാണ് എന്നുള്ള സിറ്റുവേഷൻ. പക്ഷേ കരിയർ, ജോലി അതെല്ലാം അവരെ തടയുന്നു. പക്ഷെ ഓടി വന്ന് നിങ്ങളെ കാണണം എന്നുള്ള വല്ലാത്തൊരു തോട്ട് അവർക്ക് എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. ഇവരെന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും അതെ, വെറുതെ ഇരിക്കുമ്പോഴും അതെ, ടി വി കാണുമ്പോഴും അതെ, ഉറങ്ങുമ്പോഴും അതെ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മുഖം, ഇവർ രാവിലെ എണീറ്റ പാടെ നിങ്ങളുടെ മുഖം ചിന്തിച്ചായിരിക്കും എണീക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ശബ്ദം ഇവർക്ക് കേൾക്കാറുണ്ട്. പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കും പോലെ തോന്നാറുണ്ട്. നിങ്ങളുടെ ശബ്ദം കേൾക്കാറുണ്ട്. ഉറങ്ങുമ്പോൾ നിങ്ങൾ അടുത്ത് ഉള്ളതുപോലെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാറുണ്ട്. ആ രീതിയിൽ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് തോന്നാറുണ്ടായിരിക്കും. ഒരുപക്ഷെ അവരുടെ പ്രസൻസ്, ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു എന്ന് നമ്മളുടെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ ഒരു ചിന്ത മനസ്സിലായോ? നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ തൊടുന്ന ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഫീലിംഗ്, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഫീലിംഗ്, അതൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. അതേപോലെ അത് പ്രാക്ടിക്കൽ തോട്ടാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അവരുടെ ചിന്തകളിൽ അങ്ങനെയാണ്, നിങ്ങൾ അടുത്തുള്ളതായിട്ട്. അത് പ്രാക്ടിക്കൽ തോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു ഫീലിംഗ് ആണ് അല്ലേ. നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. അവരങ്ങനെ ചിന്തിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ വേറെ അല്ല, നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ കോൺസ്റ്റൻ്റ്ലി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇവർ കുറച്ച് ഉയർന്ന സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. ജോലി സംബന്ധമായിട്ടൊക്കെ ഇവരെ 4 പേർക്ക് അറിയാം. ഓക്കെ, ഇവരുടെ ആ ഫീൽഡിൽ ഇവരറിയപ്പെടുന്ന വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ജോലി ചെയ്യുന്ന ഫീൽഡിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ്. കുടുംബത്തിലും റെസ്പോൺസിബിലിറ്റീസ് വഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നു. ഇതെല്ലാം ഒരു തടസ്സമാണ് ഇവർക്ക്. ഓക്കെ, ഇതെല്ലാം കടന്നിട്ട് വേണം ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്താൻ. ഇതെല്ലാം അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഇതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം പ്രശ്നം വരില്ലേ, എങ്ങനെയാണ് ഇതൊരറ്റം എത്തിക്കുക എന്നുള്ളൊരു ചിന്തകൾ ഇദ്ദേഹത്തിന് വരാറുണ്ട്. സോഷ്യൽ ഇമേജ് എന്താവും, എന്നെപ്പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളൊരു ബാക്കുള്ള ഇടയ്ക്ക് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇത് പ്രാക്ടിക്കൽ തോട്ട്സാണ് അല്ലേ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സോഷ്യൽ ഇമേജൊക്കെ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഒരു പ്രശ്നമാവുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇടയ്ക്ക് ഇവർക്ക് അങ്ങനെ മാനസികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷേ അതിനെല്ലാം മേലെ നിങ്ങൾക്ക് നേരെ ഒരു ഓവർവെൽമിങ് സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. മനസ്സിങ്ങനെ തിങ്ങും. നിങ്ങളെ ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ മുഖം ഓർമ്മ വരുമ്പോൾ മനസ്സിങ്ങനെ വിങ്ങുന്ന പോലെ ഒരു ഫീലിംഗാണ് അവർക്ക് തോന്നുക. ഓടി അടുത്തേക്ക് എത്തണം, അതാ ഞാൻ പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളെ കാണണം എന്ന് അതിതീവ്രമായിട്ടൊരാഗ്രഹമാണ്. ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹമാണ് അവർക്ക് തോന്നാറ്. അല്ല, നിങ്ങളെക്കുറിച്ച് ഫുൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഓർക്കാനുള്ളൂ. നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ടൊന്നും ഓർക്കാൻ അവർക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വരും, ഒരു പുഞ്ചിരി വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ, നിങ്ങളുടെ പിക്ചർ കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണ് ഇവർക്ക്. അവരുടെ മുഖത്തൊരു പുഞ്ചിരി, എന്ന കാര്യങ്ങൾ ഓർത്ത് തനിയെ ഇരുന്നിങ്ങനെ പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. 6 ഓഫ് വോൺസ് വെച്ചിട്ട് ഇവർ എന്നും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അവരുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അവർ ഉൾപ്പെടുത്താറുണ്ട് എന്നും കാണുന്നു. അവർ ചിന്തിക്കാറുണ്ട്, എൻ്റെ പേഴ്സണ് നല്ലത് വരുത്തണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ,
നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ലൈഫിൽ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നും പറയാനുണ്ടാവില്ല. ഉള്ളതിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത്. പക്ഷേ നിങ്ങളുടെ ഒരു കുറവ് എല്ലാം ഉണ്ട്, നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ ഇത് മുഴുവനാവൂ എന്നൊരു ഫീലിംഗ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വല്ലാതെ ഇവരെ ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ദൂരെ വന്നിരുന്ന് ഇവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വിചാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓടി എത്തണം തോന്നും, ഡിസ്റ്റൻസ് മൂലം സാധിക്കുന്നില്ല. അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് കാരണം ഓടി എത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു സ്ട്രെസ്, ഒരു ദേഷ്യം, ഇറിറ്റേഷൻ എല്ലാം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിയുന്നതും അവരവരുടെ ജോലിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താ പറയുക, കൂടുതൽ വർക്ക് എടുത്ത് ചെയ്ത് മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ബിസി ആയിട്ടിരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഓക്കെ, ജോലിയിലേക്ക് ശ്രദ്ധിക്കുക, മറ്റ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അങ്ങനെ കുറേശ്ശെ ഇവർ സ്വയം ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കഴിയുന്നിടത്തോളം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക, മൂവിക്ക് പോവുക, അങ്ങനെ മനസ്സിനെ ആ സമയം ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ നോക്കുക എന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ച് റീയൂണിയൻ തന്നെയാണ് അവരുടെ മനസ്സിൽ, നിങ്ങളുമായിട്ടൊരു പെർമനൻറ്റ് യൂണിയൻ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, ദൂരെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വന്ന് കാണണം എന്നവർ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായൊരു പെർമനൻറ്റ് യൂണിയൻ, ഒന്നിച്ചൊരു ജീവിതം ഒക്കെ തന്നെയാണ്. കാരണം മ്യൂച്വൽ ലവാണ് എന്നവർ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഒരറ്റം എത്തിക്കണം, ഒരു തീരുമാനമാക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, 8 ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം. അവിടെ എന്ത് നടന്നാലും, അവരുടെ ലൈഫിൽ എന്ത് തന്നെ നടന്നാലും അത് ആദ്യം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അത് അവരോട് പറയണമല്ലോ, അവരെ വിളിച്ചറിയിക്കണമല്ലോ. അത് ഒരു നല്ല കാര്യമാണ്, ഒരു അച്ചീവ്മെൻ്റാണ് അവർക്ക് കിട്ടിയത്. അവരുടനെ ആദ്യം നിങ്ങളുടെ അടുത്തായിരിക്കും പറയേണ്ടാവുക. വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആയാലും, അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, അവർ ഉടനെ നിങ്ങളുടെ അടുത്തായിരിക്കും ആദ്യം വിളിച്ച് അവർ ഷെയർ ചെയ്യുന്നത്. ലവേഴ്സ്, ഒരുപാട് സ്നേഹമാണ് അവർ ചിന്തിക്കാറുണ്ട്. അത് പ്രാക്ടിക്കലാണോ ഇംപ്രാക്ടിക്കലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ ഒരാളുടെ അടുത്ത് ഇത്ര സ്നേഹം തോന്നുമോ, യാതൊരു കാര്യവും ഇല്ലാതെ ഇന്നലെ കണ്ട ഒരാളുടെ അടുത്ത് എനിക്ക് ഇത്രയും സ്നേഹം തോന്നാൻ എന്താണ് കാര്യമെന്ന് അവർ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഇത്രയും തീവ്രമായിട്ട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാര്യം അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാരണമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലൊരു താരമാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ടും നടന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കുന്ന അവരാണ് എൻ്റെ ലക്ക്. സ്ത്രീ ആയാലും പുരുഷനായാലും അവരാണ് എൻ്റെ ലക്ക്. അവർ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും സന്തോഷവും സമാധാനവും എല്ലാം ലൈഫിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ലൈഫ്, ഒരു പുതിയ ലൈഫ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ചിന്തകളിലെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവരാണെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ് എനർജി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവർ. ഈ ഓവർവെൽമിങ് സ്നേഹമൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സ് വീങ്ങുമ്പോൾ ചിലപ്പോൾ കരയാറുണ്ടായിരിക്കും. രാത്രി ഒക്കെ എണീറ്റിരുന്ന് കരയാറുണ്ടായിരിക്കും. കാരണം ചിന്തകൾ നിർത്താൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ അടുത്ത് വേണം എന്നൊക്കെ തോന്നില്ലേ? അപ്പോൾ കാണാതിരിക്കുമ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ കുറച്ചൊരു സങ്കടം ഫീൽ ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. അവരവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ടായിരിക്കും. അവർക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അവരവരുടെ സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ മറ്റുള്ളവർ വഴി നിങ്ങൾ ഓക്കെ അല്ലേ, എന്താണ് അവിടെ സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളത് തീർച്ചയായും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഉറക്കമില്ലായ്മ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാത്രി കാലങ്ങളിൽ ഉറക്കം കുറവാണ് ഇവർക്ക്. എണീറ്റിരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് അവർ ഫേസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്ത അവരെ എപ്പോഴും അലട്ടുന്നതായിട്ടും കാണുന്നു. ജോലി അവിടെയാണ്, അതുകൊണ്ട് തന്നെ 2 സിറ്റുവേഷനിൽപ്പെട്ട് ജഗിൾ ചെയ്യാണ്. നിങ്ങൾ ദൂരെയാണ്, ഇവർക്ക് ജോലി അവിടെയാണ്. അപ്പോൾ ഓടി എത്തണമെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ട്, മാനേജ് ചെയ്യേണ്ടതുണ്ട്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർ അവിടെ ഒരു ജഗ്ലിംഗ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മറ്റ് ചിലർക്ക് ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് ആണ് അവിടെ ഫേസ് ചെയ്യുന്നത്. ജോലിയിൽ
കോൺസെൻട്രേറ്റ് ചെയ്തേ മതിയാകൂ. ഇട്ടെറിഞ്ഞ് ഓടിപ്പോരാൻ പറ്റില്ല. ഓക്കെ, അതിനുള്ള സിറ്റുവേഷൻ അല്ല അവർക്ക്. ചിലർ പാരൻ്റൽ പ്രഷർ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷനിൽ എന്ത് തരം റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്ത് ഇത് മുന്നോട്ട് പോകണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. റിസ്ക് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു അല്ലേ. അതിനെപ്പറ്റിയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം എന്നാണ് കാണുന്നത് കേട്ടോ. 2 കാർഡ് കൂടെ എന്നിട്ട് മതി. അവർ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഇവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ടായിരിക്കും. വേറെ എന്താണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വേണ്ടിയും കൂടി അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് വോൺസ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അഭിമാനം തോന്നാറുണ്ട്. നിങ്ങളുടെ ജോലിയിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. നിങ്ങളെക്കുറിച്ച് അവർക്ക് അഭിമാനമാണ്. നിങ്ങളുടെ മുഖം ഓർക്കുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് തോന്നാറുണ്ട് മനസ്സിൽ. നിങ്ങൾ ജോലി സംബന്ധമായി കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ ഇവർ ആഹ്ലാദിക്കാറുണ്ട്, അതിനെപ്പറ്റി പുകഴ്ത്തി സംസാരിക്കാറുണ്ട് മറ്റുള്ളവരോട്. അഭിമാനത്തോടെ, സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേട്ടോ. ആയിട്ട് കണക്റ്റഡ് ആവാൻ അവർക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ ഉയർന്ന ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചുമ്മാ ഇന്ന് കണ്ടു നാളെ പോയി അങ്ങനത്തെ ഒരു കണക്ഷൻ അല്ല അവർക്ക്. നിങ്ങളെന്നും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ആയിട്ട് അവരെന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതായിരുന്നു അവരുടെ ഏറ്റവും പ്രാക്ടിക്കലി ഉള്ള തോട്ട്സ്. ഇമോഷൻസ് കലർന്ന തോട്ട്സ് തന്നെയാണ് പ്രാക്ടിക്കൽ തോട്ട്സിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ കണക്റ്റഡ് ആവുന്നു എന്ന് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് നിങ്ങളൊരു റീഡിംഗ് എടുത്തു, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ ടോപ്പിക്കിൽ വീണ്ടും ഒരു റീഡിംഗ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്. പ്രാക്ടിക്കലി എനിക്ക് പൈസ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ചെയ്തു തരാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും റീഡിങ്ങിന് വരിക, അതായിരിക്കും നല്ലത് കേട്ടോ. തുടരെ റീഡിംഗ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഒരാളുടെ എനർജി ഓവർനൈറ്റ് മാറുകയൊന്നുമില്ല കേട്ടോ. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഓവറായിട്ട് ഇതിലേക്ക് വീണ്ടും ഒരേ റീഡിങ് ഇങ്ങനെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ജനറൽ റീഡിങ്ങിൻ്റെ അല്ല, പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഒരു 2 വീക്സെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട്, എസ്പെഷ്യലി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ മാനിഫെസ്റ്റേഷൻ പറയുന്ന ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത റീഡിങ് എടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടരെ ഇങ്ങനെ റീഡിങ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.